പോടുന്നു. ഇത് മാലുവിന്റെ മോക്കാ. മാറും. രാധ എവിടെ? അവിടെ ഇരിപ്പുണ്ട്. നീ എന്നോട് വഴക്കൊന്നും വിചാരിക്കണ്ട. ശാന്തടത്തി പറഞ്ഞപ്പോഴാ ഞാൻ അറിഞ്ഞ പാടെ ഞാൻ അവന്മാർക്കിട്ട് നല്ല പെടയും പിടിച്ചു. ആ കൂട്ടും ഇനിയും വേണ്ടെന്ന് വെച്ചു. നിന്നെ തൊട്ടാ ഞാൻ സഹിക്കൂടാ. ചെറുപ്പത്തിൽ ഇത്തിരി കുറുമ്പ് കാണിച്ചിട്ടുണ്ടെങ്കിലും ഒരുമിച്ച് വളർന്നവരല്ലേടാ നമ്മള്. ശരിക്കും തല്ലിയ അവന്മാരെ? തല്ലിയാന്നാ? ഇനി അവന്മാരെ നിന്റെ നേരെ നോക്കൂല. അവന്മാർക്ക് അത് കിട്ടിയ പോരാ. ആ വായി നോക്കിയാൽ കടപ്പുറത്ത് തൂറായിരിക്കുമ്പോ ഞണ്ടൊന്ന് ഇറുക്കണം. എന്നിട്ട് അവന്മാരെന്നെ കുനിഞ്ഞു നോക്കട്ടെ ആണാണോ പെണ്ണാണോ എന്ന്. അതൊക്കെ പോട്ടെ. മാലു എന്നെ കുറിച്ച് വല്ലതും പറയാറുണ്ടോ? അവർക്കൊക്കെ നല്ല അഭിപ്രായടോ. അപ്പൊ അവക്ക് എന്നെ ഇഷ്ടാണോ? അങ്ങനെ പറഞ്ഞിട്ടൊന്നുമില്ല. എങ്കിൽ നീ അവളോടൊന്ന് ചോദിക്കടാ, എന്നെ കല്യാണം കഴിക്കാൻ അവർക്ക് ഇഷ്ടാണെന്ന്. നീ എന്താടാ ഒന്നും മിണ്ടാത്തത്? അതെങ്ങനെ ശരിയാവാനാ? അല്ല, ഈ തൊറയിൽ ആശാൻ സമ്മതിക്കോ? ആശാൻ സമ്മതിക്കും. ഇനിയിപ്പൊ ആശാൻ സമ്മതിച്ചില്ലേലും എനിക്ക് അവളുടെ സമ്മതം മതി. കുമാരൻ ശരിക്കും ആലോചിച്ചിട്ടെടുത്ത തീരുമാനമാണത്. എന്താ നീ അങ്ങനെ ചോദിച്ചത്? അല്ല, കുമാരന്റെ ഇപ്പോഴത്തെ നില അനുസരിച്ച് അവള് പോരാ. അവളെക്കാളും പണവും സൗന്ദര്യമുള്ളൊരു പെണ്ണ് വേണമെന്നാ എന്റെ അഭിപ്രായം. അവളല്ലാതെ വേറൊരു ഭൂലോക സുന്ദരിനെ എനിക്ക് വേണ്ടടാ. എനിക്ക് അവള് മതി. എങ്കിലേ രഹസ്യം ഞാൻ തുറന്നു പറയാം. ഞാനത് പറയുന്നത് ശരിയാണോന്ന് എനിക്കറിയില്ല. ഞാനത് പറയാതിരുന്ന നിങ്ങളുടെ കുടുംബജീവിതം ചിലപ്പോ തകർന്നാലോ. എന്താടാ? മാലു ഒരു മഹാരോഗത്തിന്റെ അടിമയാണ്. മാലുവിന്റെ മുട്ടാലിന്റെ മുകളില് 4 വരട്ടി ചോറിയുണ്ട്. അത് നീ എങ്ങനെ കണ്ട്? തൊങ്കിച്ചാടി കളിച്ചപ്പോ. പിന്നെ എപ്പോഴും ഇങ്ങനെ മാതികൊണ്ട് നടക്കണ മനസ്സിലാവില്ലേ? പകരണം നല്ല അസല് വരട്ടി ചൊറിയാ. കല്യാണം കഴിഞ്ഞാൽ കെട്ടിയോളൂ കൂടി മാതികൊണ്ട് നടക്കേണ്ടി വരും. ഞാൻ പറഞ്ഞില്ല എന്ന് വേണ്ട. ഒരു ചൊറിയത്തെ കുമാരന് ഭാര്യയാക്കേണ്ട കാര്യമുണ്ടോ? അല്ല, ആലോചിക്കാൻ കുമാരന് ഇനി സമയമുണ്ട്. അതൊന്നും സാരമില്ല. എന്നെ കെട്ടാൻ അവക്ക് ഇഷ്ടമാണോ നിനക്കൊന്ന് ചോദിക്കാൻ പറ്റുമോ? ഞാൻ ചോദിക്കാം. പക്ഷെ അവൾ ഇഷ്ടമല്ലെന്ന് പറഞ്ഞാൽ പിന്നെ എന്നെ കുറ്റം പറയരുത്. ഇല്ല, നീ ഒന്ന് ചോദിക്ക്. എടാ, വണ്ടി കയറ്റി കൊണ്ടുപോവാ. അതിൽ ചാള കയറ്റിയാൽ മതി. ചൊറി പിടിക്കാൻ പോണവനെ. ഭദ്ര പറഞ്ഞ അന്വേഷിച്ചെന്ന് ഒരു കാര്യം ചോദിക്കാൻ വേണ്ടിട്ടാ. എന്താ? മനസ്സിലുള്ളത് എന്തായാലും നീ എന്നോട് തുറന്നു പറയണം. കുമാരൻ എന്നോടൊരു കാര്യം പറഞ്ഞു. അയാൾക്ക് നിന്നെ കല്യാണം കഴിക്കാൻ ഇഷ്ടമാണെന്ന്. കുമാരേട്ടൻ അങ്ങനെ പറഞ്ഞാ? ശരിക്കും പറഞ്ഞതാ. എന്നിട്ട് നീ എന്ത് പറഞ്ഞ? ഞാനെന്ത് പറയാൻ? മറുപടി പറയേണ്ടത് നീയല്ലേ. നീ എന്താ ഒന്നും മിണ്ടാത്തെ? എന്താ നിന്റെ അഭിപ്രായം? കുമാരൻ നല്ല കാശുള്ള ആളല്ലേ. ഈ തുറയിൽ സിലിക്കന്റെ കുപ്പായിടുന്നത് അയാൾ മാത്ര. പിന്നെ അയാളുടെ മസിലി കണ്ടോ? നല്ല ചാളത്തടി പോലെ ഇരിക്കും. കാര്യം ആള് വൃത്തിയിട്ടവനാണെങ്കിലും നല്ല മനുഷ്യനാ. എന്താ, നിനക്ക് അയാളെ കെട്ടാൻ ഇഷ്ടാണോ? ഇഷ്ടമാണ്. എന്താ എന്താ നിന്റെ മുഖം മാറിയ? ഒന്നുമില്ല. നിനക്ക് ഇഷ്ടമല്ലെന്ന് പറയുന്ന ഞാൻ കരുതി. കുമാരേട്ടൻ എന്താ കുഴപ്പം? നീ പറഞ്ഞ പോലെ നല്ല കാശുള്ള ആള്. ആര് വന്നാലും നല്ല ഇടി കൊടുക്കണ ആള്. എന്നെ ആള് നല്ല പൊന്നു പോലെ നോയിക്കോളും. ഇതിൽ കൂടുതൽ ഒരു തുറയിലെ പെണ്ണിന് എന്താ വേണ്ടേ? ശരിയാ. ശരിയാണോ? ശരിയാണോ? ശരിയാണോടാ? ഞാൻ ആളുടെ കൂടെ പോണോ? മാലു വെറുതെ ഞാൻ നിന്നെ വിട്ട് പോണില്ലെങ്കിലാ?
കടലിലൊരു പൊടിമീൻ പോലും ഇല്ല. കടല് കരിഞ്ഞു കിടക്കാണ്. ഇന്നത്തെ കാര്യമില്ലടി, ഒരു വള്ളത്തിലും മീനില്ല, എല്ലാവരും മടങ്ങുകയാണ്. പോവാ. എന്റെ ഓർമ്മയിൽ ഇങ്ങനെ കടല് കരിഞ്ഞ ഒരു അവസ്ഥ ഉണ്ടായിട്ടില്ല. ദേ ഇപ്പൊ തുറയില് പട്ടിണിയും തുടങ്ങി. ഇനി അടുത്ത കാലത്തൊന്നും ഒരു ചാകര ഉണ്ടാവണ ലക്ഷണവും കാണണില്ല. കടലൊടിഞ്ഞ് തന്നെ കിടക്കുവാണ്. ചേറിന്റെ മണം പോലും ഇല്ല. ചാകരില്ലാണ്ടാകുമ്പോ പണ്ട് ധർമ്മം കൊടുക്കണ ഏർപ്പാടുണ്ടായിരുന്നു. ഇനി അങ്ങനെ എന്തെങ്കിലും ചെയ്തേ പറ്റൂ. തെക്ക് പടിഞ്ഞാറന്ന് കാറ്റുണ്ട്. അങ്ങനെ കാറ്റടിച്ച് നീരിടുകയും ചെയ്താ കറിച്ചട്ടിയിലെ മീൻ പോലും ഓടി ഒളിക്കുന്ന. ഇങ്ങനെ കടൽ ചതിക്കാൻ ഇപ്പൊ ഇവിടെ എന്താ ഉണ്ടായ? കടലിൽ നിരക്കാത്ത കാര്യങ്ങൾ വല്ലതും കരയിലുണ്ടായ? ഓ, അതൊക്കെ പഴയ വിശ്വാസങ്ങളല്ലേ ഏട്ടാ. നീ ഐസ് വെക്കാൻ കടലിൽ പോയിട്ടുണ്ടാ? ഇല്ലല്ല. എടാ, ഇങ്ങനെയുള്ള വിശ്വാസങ്ങളാ ജീവൻ മടയം വെച്ച് കടലിൽ പോണ ഞങ്ങളുടെ ബലം. മനസ്സിലായടാ? നിങ്ങൾ തോറയിലാശാനെ കണ്ട് സങ്കടം പറ. ഒരു വറുതി വരുമ്പോ അതാണല്ലോ ഇവിടുത്തെ പതിവ്. അതെ, കടലിന്റെ ശാസ്ത്രം അറിയാവുന്ന ആളാണല്ലോ. പണ്ട് വർഷകാലത്ത് കടൽ കയറി മുങ്ങിയിരുന്ന തുറയാണല്ലോ ഇത്. അതെ. ആശാൻ കടലമ്മയ്ക്ക് ഒരു കല്ലുവിളക്ക് ചേർന്ന് കാവിൽ നാട്ടിയതിന് ശേഷം പിന്നെ ഇവിടെ വെള്ളം പൊങ്ങിയിട്ടില്ല. കുഴപ്പങ്ങളാണല്ല വെളിപാടാകുന്നത്. എന്താണ് ആശാനെ? കടലമ്മ അപശകനം കാണുന്നു. അപശകനം കാണിക്കണത് തുറ മുഴുവൻ കടലെടുത്തു പോകുന്ന, അല്ലെങ്കിൽ കടല് കനിയാതെ ദാരിദ്ര്യം കൊണ്ട് ആ തുറ മുടിഞ്ഞു പോവും. അതിനിപ്പ കടലമ്മ എന്തവസാനം കണ്ടെന്നാ പറയണത്? ഈ തുറയിലെ പുരുഷനും സ്ത്രീയുമല്ലാത്ത നപുംസക ജന്മം. കടലമ്മ കാണുന്ന അപശകനും അവനാണ്, ആണും പെണ്ണും കെട്ട രാധ. പുരാണങ്ങളിൽ പോലും അതിന് ദൃഷ്ടാന്തങ്ങളില്ലേ? ശിഖണ്ഡിയെ മുൻനിർത്തിയപ്പ ഭീഷ്മ പിതാമഹൻ പോലും ആയുധം താഴെ വെച്ചില്ലേ? ഇവിടെയും കടലമ്മ കനിയാതെ കീഴടങ്ങി നിൽക്കുക. ഈ കീഴടങ്ങലിൽ മരണമുണ്ട്. ഇത്രയും കാലം അവൻ ഈ തുറയിലുണ്ടായിരുന്നല്ലേ, എന്നിട്ട് ഇപ്പൊ മാത്രം പ്രായപൂർത്തിയാവുമ്പോഴാണ് സ്ത്രീയാകണതും പുരുഷനാകണതും. ഇത് രണ്ടും അല്ലാണ്ടാകണത് കടലമ്മ പൊറുക്കൂല. പ്രായപൂർത്തിയായി കടലിന്റെ മാറിലാട്ട് ഇറങ്ങേണ്ടവൻ നപുംസമായി പോയാൽ ഇതിനെന്തെങ്കിലും പരിഹാര കർമ്മങ്ങള്? പരിഹാരങ്ങളുണ്ട്. കാടും മലയും കടന്ന് കടല് കാണാത്ത ദൂരത്തേക്ക് അവൻ പോണം. അല്ലെങ്കിൽ ദോഷപ്രതി പറഞ്ഞ് അവനെ കടലിന് തന്നെ കൊടുക്കണം. ഇനി എല്ലാവർക്കും പോകാം. ഭയങ്കര കഷ്ടായി. ഇനിയിപ്പോ എന്തൊക്കെ ഉണ്ടാവുകയാണ്. എല്ലാവർക്കും പോകാൻ ആശാൻ പറഞ്ഞത് കേട്ടില്ലേ? മാലു, ഇനി ഈ മുറ്റത്ത് നീ കാലുകുത്തരുത്. ജീവൻ വേണേ പൊയ്ക്കോ, ഈ തുറ വിട്ടു പൊയ്ക്കോ. അല്ലെങ്കിൽ ഈ തുറക്കാര് നിന്നെ കടലിലെറിഞ്ഞു കൊല്ലും.